friends, welcome back to my channel, your online teacher. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ തതുല്യ എക്സാം എഴുതിയിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ആരും നിങ്ങൾക്ക് അധികം പറഞ്ഞു തരാത്ത 5 കോഴ്സുകൾ, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവരുടെ ഫീസ്, അവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, വെബ്സൈറ്റ്സ്, എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. 10 കഴിഞ്ഞും അതുപോലെ തന്നെ +2 കഴിഞ്ഞ് വേണ്ടവർക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും പ്ലസ് ടുവിൻ്റെ കൊമേഴ്സ് പഠിക്കുന്നവർക്കുള്ള ക്ലാസ്സസും എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതെല്ലാം കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ നമുക്ക് നോക്കാം 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഏതൊക്കെയാണ്. അതിൽ ആദ്യത്തേത് ITI കോഴ്സസ് ആണ്. ITI കോഴ്സസ് എല്ലാവരും ഒരുപാട് പേര് അങ്ങനെ അതിലേക്ക് വരാത്തതാണ്. എന്നാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണലി നമുക്ക് പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്, ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഏർണിംഗ് ആയിട്ടുള്ള, നല്ല സമ്പാദിക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗമുള്ള ഒരു ജോലി കിട്ടാൻ സഹായിക്കുന്ന കോഴ്സാണ് ITI കോഴ്സുകൾ. കേരളത്തിൽ 500 സ്ഥാപനങ്ങളാണുള്ളത്. അപ്പോൾ ഈ ITI കോഴ്സുകൾ പഠിച്ചാൽ നമുക്ക് എവിടെയൊക്കെ ജോലി കിട്ടുമെന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന വകുപ്പുകളിൽ, റെയിൽവേ, പ്രതിരോധം, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, വൈദ്യുതി ബോർഡ്, അഗ്നിരക്ഷാ സേന എന്നിവിടങ്ങളിലൊക്കെ ജോലി ലഭിക്കാൻ ITI കോഴ്സുകൾ നിങ്ങളെ സഹായിക്കും. അതുകൂടാതെ നിർമ്മാണം, വ്യവസായം, ഓട്ടോമൊബൈൽ വ്യവസായം, കൺസ്ട്രക്ഷൻ കമ്പനി, IT ആൻഡ് നെറ്റ്വർക്ക് കമ്പനി, ഇവിടങ്ങളിലൊക്കെ നമുക്ക് ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും. മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് പ്രവേശനം വരുന്നത്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ www.itiadmissions.kerala.gov.in അല്ലെങ്കിൽ www.det.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതിയാകും. രണ്ടാമത് നമ്മൾ പറഞ്ഞ കോഴ്സാണ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്. ഇതെന്ന് പറയുന്നത് 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ്. കേരളത്തിൽ 17 സർക്കാർ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിന് പ്രായപരിധി ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് ഏതൊക്കെ മേഖലകളിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ജോലിക്കാണ് നമ്മൾ സഹായിക്കുന്നതെന്ന് വെച്ചാൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ്, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, LD ക്ലർക്ക്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, സെക്രട്ടറി എന്നീ നിലകളിലൊക്കെ സർക്കാർ സർവീസിൽ ജോലി ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ്. ഓരോ സ്ഥാപനത്തിൽ 60 സീറ്റ്, അങ്ങനെ ആകെ 120 സീറ്റാണുള്ളത്. ഇതിൻ്റെ വെബ്സൈറ്റ് www.polyadmission.org ആണ്. ഓക്കെ, മൂന്നാമത്തെ കോഴ്സാണ് സിപ്പറ്റ് കോഴ്സസ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്. അപ്പോൾ ഇവരുടെ പ്രവേശന ടെസ്റ്റിന് ഓൺലൈൻ മെയ് 29 വരെ നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ജൂൺ 8-നാണ് ഇതിൻ്റെ ടെസ്റ്റ് നടക്കുന്നത്. ഇന്ത്യയിലുടനീളമായിട്ട് കൊച്ചി ഉൾപ്പെടെ 29 സെൻറ്ററുകളാണുള്ളത്. അതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. അപേക്ഷാ ഫീസ് 100 രൂപയാണ് വരുന്നത്. സെമസ്റ്റർ ഫീസ് 16,700 രൂപ, അഡ്മിഷൻ ഫീസ് 1,500 രൂപ, കോഷൻ ഡെപ്പോസിറ്റ് 500 രൂപ. ഓരോ സെമസ്റ്ററിലായിട്ട് ഹോസ്റ്റൽ ഫീസ് വരുന്നത് 10,000 രൂപ. ഇവരുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് www.cipet.gov.in ആണ്. ഇവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ആൻഡ് മോൾഡ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി. ഇതിൻ്റെ കാലാവധി വരുന്നത് ഡ്യൂറേഷൻ 3 വർഷമാണ്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. പ്രവേശനം നടത്തുന്നത് ഇതിൻ്റെ പ്രവേശന പരീക്ഷയിലൂടെയാണ്, എൻട്രൻസ് എക്സാമിലൂടെയാണ്. CAPT മൾട്ടിമീഡിയ കോഴ്സസ്, സർട്ടിഫിക്കറ്റ് ഇൻ ഓഫ്സെറ്റ് പ്രിന്റിംഗ് ടെക്നോളജി, KGDE ഇൻ പ്രസ് വർക്ക്, KGDE പ്രസ് ഓപ്പറേഷൻ ആൻഡ് ഫിനിഷിംഗ്. ഈ കോഴ്സസ് ആണ് ഇതിൽ വരുന്നത്. 3 കേന്ദ്രങ്ങളിലായിട്ട് 3 കോഴ്സിനും കൂടി ആകെ 200 സീറ്റുകളാണുള്ളത്. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 19 ആണ് കേട്ടോ. അതിൻ്റെ ബാക്കി സെൻറ്റർ ഡീറ്റെയിൽസ്, 3 സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. ഒന്ന് നമ്മുടെ തിരുവനന്തപുരത്താണ് വരുന്നത്, പിന്നെ വരുന്നത് തോട്ടക്കാട്ടുകര, ആലുവ, എറണാകുളത്ത് ഒരു സെൻറ്റർ വരുന്നുണ്ട്, പിന്നെ കോഴിക്കോട് ഒരു സെൻറ്റർ വരുന്നുണ്ട്. അതിൻ്റെ ഫോണും ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് കോഴ്സാണ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, JDC കോഴ്സ്. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു കോഴ്സാണ്. സംസ്ഥാന സഹകരണ യൂണിയൻ്റെ കീഴിലുള്ള കോളേജുകളിലും അവരുടെ ട്രെയിനിങ് സെൻറ്ററുകളിലും ഒക്കെ ആയിട്ട് ഈ കോഴ്സ് നമുക്ക് പഠിക്കാം. ഇതിൻ്റെ വയസ്സ് പറയുകയാണെങ്കിൽ 2024 ജൂൺ 1 16-നും 40-നും ഇടയിൽ വയസ്സുള്ളവരായിരിക്കണം ഇതിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ SC/ST വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായിട്ട് 16 സ്ഥാപനങ്ങൾ. പട്ടിക വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് കൊട്ടാരക്കര, ചേർത്തല, കണ്ണൂർ, വയനാട് എന്നിവിടങ്ങളിലായിട്ട് പ്രത്യേകം ബാച്ചുകളുണ്ട്. വെബ്സൈറ്റ് www.SC
scu.kerala.gov. ദെൻ ഫോൺ നമ്പർ ഡീറ്റെയിൽസും ഞാനിവിടെ താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളാം, കോൺടാക്ട് ചെയ്തോളാം. ഈ 5 കോഴ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനുള്ള നടപടികളെല്ലാം ആരംഭിക്കുക. ഇതിൻ്റെ പാർട്ട് 2 ഇതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു 5 കോഴ്സ് കൂടി പാർട്ട് 2 ഉണ്ട്. അപ്പോൾ പാർട്ട് 2 വീഡിയോ വേണ്ടവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്